പ്രശസ്തനായ ചലച്ചിത്ര നിർമ്മാതാവ് നവോദയ അപ്പച്ചൻ തച്ചോളി അമ്പു എന്ന സിനിമ നിർമ്മിക്കുന്ന സമയമാണ് ഈ കഥ നടക്കുന്നത്. ചിത്രത്തിൽ തച്ചോളി ഉദയനായി അപ്പച്ചൻ കൊണ്ടുവന്നത് നടികർ തിലകം ശിവാജി ഗണേശനെയാണ്. ഷൂട്ടിങ്ങിനിടെ KP ഉമ്മറുമായിട്ടുള്ള ഒരു സംഘട്ടന രംഗത്തിൽ ശിവാജി വീണ് അദ്ദേഹത്തിന്റെ കൈയുടെ എല്ലൊക്കെ പൊട്ടി ആശുപത്രിയിലായി. ശിവാജി ഗണേശന് അപകടം പറ്റിയ വിവരം പിറ്റേന്ന് തമിഴകത്ത് വലിയ വാർത്തയായി. അന്ന് അരങ്ങുവാണ്, തമിഴകം വാഴുകയാണ് ശിവാജി ഗണേശൻ. നടികർ തിലകം, ശിവാജി ഗണേശന്റെ ആരാധകർ മദ്രാസിലെ ഉമ്മറിന്റെ വീട് കല്ലെറിഞ്ഞ് തകർത്തു. അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നിർമ്മാതാവിനെതിരെ വധഭീഷണി വരെ വന്നു. മദ്രാസിലേക്ക് ശിവാജി ഗണേശൻ തിരിച്ചുപോയി. ചിത്രത്തിന്റെ ബാക്കി ഭാഗം തീർക്കാൻ ശിവാജി ഗണേശൻ എത്തിച്ചേരുമെന്ന സംശയം ഈ നിർമ്മാതാവ് എന്ന നിലയിൽ നവോദയ അപ്പച്ചൻ ഉണ്ടായി. അപ്പച്ചനും മകൻ ജിജോയും കൂടി അല്പം ഭയത്തോടെ മദ്രാസിൽ ചികിത്സയിൽ കഴിയുന്ന ശിവാജിയെ കാണാൻ ചെന്നു. പക്ഷേ അവരുടെ ആശങ്കകൾ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് ശിവാജി ഗണേശൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഏറെ നാളായി ഞാൻ വിശ്രമിക്കണമെന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനൊരു വീഴ്ചയുണ്ടായപ്പോൾ അതിന് സമയം കിട്ടി. അധികം വൈകാതെ ശിവാജി ഗണേശൻ കേരളത്തിൽ വന്ന് ബാക്കി ഭാഗങ്ങൾ കൂടി ഷൂട്ട് ചെയ്ത് മടങ്ങിപ്പോയി. ഏറെ രക്തം വീണാൽ അന്ത പടം 100 നാൾ കട്ടായം ഓടും എന്ന് മടങ്ങുമ്പോൾ അതേ ഒരു പ്രവചനവും നടത്തി. ഏതൊരു ജോലിയിലും അർപ്പണബോധവും പ്രതിബദ്ധതയും വളരെ വളരെ പ്രധാനമാണ്. ഒരു ജോലി ഏറ്റെടുത്ത ഏത് പ്രതിസന്ധി വന്നാലും നമ്മൾ പതറാൻ പാടില്ല. പൂർണ്ണ മനസ്സോടെ ആത്മാർത്ഥതയോടെ അത് പൂർത്തിയാക്കണം. എളിമയും വിനയവും അതുപോലെ അർപ്പണബോധവുമാണ് ഏതൊരാളിന്റെ വിജയത്തിന്റെ പിന്നിലെ മഹാരഹസ്യം എന്നറിയുക.